കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്. ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കില് തളർന്നുപോയി കയ്യിൽ ഒരു കത്തി കെട്ടിവെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിലെ വാതിലും ചവിട്ടി തുറന്ന്. പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട ചേര. നീ പോ. അങ്ങനെ മുണ്ടക്കലെ കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. ഒന്ന് നിന്നേ, നിക്കാൻ നേരമില്ല വൈദ്യല്ലേ. ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്കു കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്താ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം? അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ എടുത്തോ, എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ? അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. വേണ്ട അപ്പുമാമേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ടെന്താ? ഇറക്കി വിടൊന്നും വേണ്ട. അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാനും ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, സന്തോഷത്തോടെ. അയ്യോ, അപ്പുമാമ എന്താ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടെ പാടില്ല. പുകഞ്ഞു കൊള്ളി പുറത്ത്. വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്.
വർഷത്തോളായി അല്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാകുട്ടി, അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് താനെങ്ങടാ കാശിക്കോ? അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാളിവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാളിങ്ങനെ പല വിട്ടുതരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന് CS-ന്റെ ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ പിന്നെ എത്തിയില്ലേ? ഇന്ന് 10 നാളെ തന്നെ പുറപ്പെടണ്ടേ? അതെ, താനിപ്പോ തന്നെ വിട്ടോളൂ. ആ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്ക. ആ. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്ത് ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ. എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം ഇറങ്ങി വരേ. ഞാൻ റെഡിയല്ലേ? എന്താ ഒരാലോചന? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിഡ്ഢിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ. ഇത്ര അടുത്തില്ലേ? ഞാൻ കഴുത്ത് കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു, കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയരുത്. അബദ്ധമല്ല, മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി. എന്ന് ഞാനാ പറയേണ്ടത്. നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനു മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്.
അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ആ വിഷയം അവസാനിപ്പിക്കാം. എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. കുട്ടിയുടെ നന്മയെ കരുതിയാവും. ആ നന്മ എനിക്ക് വേണ്ട. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവകാശം, അത്രേ ഞാൻ കൊതിക്കുന്നുള്ളൂ. മോളെ, നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിലെളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക. ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏത് ഇരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? വാര്യരെ, വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. മനസ്സിടറി. അതാ കാല്. പുണ്യമാണ് നീ, കോടി പുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും, മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല.